ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇൻട്രോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ തന്നെ കിച്ചണിൽ പോയിട്ട് നമ്മളെ കുക്കിംഗ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വാട്ടർ മെലൺ കട്ടാക്കിയിട്ടാണ് നമ്മളെ പണി സ്റ്റാർട്ടാക്കുന്നത്. വാട്ടർ മെലൺ ഇല്ലാതെ എന്ത് നോമ്പ് തുറ അല്ലേ. അപ്പോൾ ഇത് വേഗം കട്ടാക്കി ഫ്രിഡ്ജ് വെച്ചാൽ ഇത് തണുക്കുമ്പോൾ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇതിൻ്റെ പണി ഫസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാൻ, വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല. വീഡിയോ കണ്ട് ലാസ്റ്റ് ലൈക്ക് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ മറന്നു പോണതാവും. അപ്പോൾ ആദ്യമേ പറയാണ്, വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തേങ്ങ ചിരകലാണ് രണ്ടാമത്തെ പണി. അപ്പോൾ തേങ്ങ ചിരകിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് നല്ല പത്തിരിയും തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും ആണ് പ്ലാൻ ആക്കുന്നത്. അപ്പോൾ ഓൾറെഡി തേങ്ങ വറുത്ത് വെക്കലാണ് നോമ്പിൻ്റെ മുന്നേ. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടില്ല, കാരണം എന്നും പത്തിരി ആവില്ല, ചൂടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പത്തിരിക്കുള്ള വെള്ളം ഒരു ഭാഗത്ത് ആയിട്ടുണ്ട്, ഒരു ഭാഗത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഒരടുപ്പിൽ നമ്മളെ തേങ്ങ വറുത്തോണ്ട് നിൽക്കുന്നുണ്ട്. പത്തിരിക്കുള്ള കാര്യങ്ങളും ജ്യൂസിനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഫിഷ് പിന്നെ പൊളിച്ചക്കുള്ള മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു ഭാഗത്ത് കഞ്ഞിയും ഒരു ഭാഗത്ത് സ്നാക്സിനേക്കുള്ള പൊട്ടാറ്റോ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലോട്ടുള്ള നെക്സ്റ്റ് പണിയും റെഡിയായി. ജ്യൂസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നേരെ ഫ്രിഡ്ജിലോട്ടാണ് തള്ളാൻ പോകുന്നത്. പിന്നെ കറണ്ട് പോയാൽ സീനില്ല, കറണ്ട് പണിയൊക്കെ പെട്ടെന്ന് തീർക്കും ഫസ്റ്റ്. അപ്പോൾ ചിക്കൻ കറി അവിടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, തേങ്ങ പാരണം. പത്തിരി ഇവിടെ ഒരു ഭാഗത്ത് ചൂടുന്നുണ്ട്. അപ്പോൾ നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് കഴിയട്ടെ ഗൈസ്. അപ്പോൾ കറിയിലേക്കുള്ള തേങ്ങ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു സ്പെഷ്യൽ പറഞ്ഞാൽ ഒരു ചെമ്പട്ടി നാരങ്ങ വെള്ളം കലക്കി വെക്കും കേട്ടോ. ആരും തെറ്റിദ്ധരിക്കണ്ട, ഇത് വെറും വയറ്റിൽ ആരും കുടിക്കില്ല, കാരണം അസിഡിറ്റി പ്രോബ്ലം വരുമല്ലോ. അപ്പോൾ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ ദാഹം വരുമ്പോൾ നാരങ്ങ വെള്ളം ഇങ്ങനെ കുടിക്കും. അപ്പോൾ അതിനാദ്യം കലക്കി വെക്കലാണ്, അതുകൊണ്ട് കുടിച്ചാലാണ് റാഹത്താവുക. അപ്പോൾ നമ്മളിവിടെ എന്താ ഈ സ്നാക്സിനുള്ള ഇതൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ കട്ട്ലൈറ്റ് ഇങ്ങനെ ഓരോ ബോളാക്കിയിട്ട് അതിൻ്റെ പടി നോക്കാം. പൊരിച്ച കേക്കാണ് കേട്ടോ ഇത്. ഉപ്പേരിയൊക്കെ സെറ്റായിട്ടുണ്ട്, നല്ല പയറുപ്പേരിയാണ്. പിന്നെ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി സെറ്റാണ് ഗൈസ്. പിന്നെ പൊരിച്ച കേക്ക് കറി ചീര താളിപ്പാണ് കേട്ടോ, ചീര താളിപ്പാണ്. റൈസ് ഇവിടെ ഊറ്റി അതും സെറ്റായി. അപ്പോൾ പൊരിച്ചകത്തെ പണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പണിയാണ് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുക. സ്നാക്സ് ഫ്രൈ ചെയ്യലാണ് ലാസ്റ്റോട്ട് വെക്കുക, കാരണം അത് ചൂടോടെ കഴിക്കണമല്ലോ. അപ്പോൾ 6 മണിയായി ഗൈസ് ടൈം. ഇനിയും അരമണിക്കൂർ ടൈം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നോമ്പാകുമ്പോൾ ഒന്നെങ്കിൽ കട്ട്ലേറ്റ് അല്ലെങ്കിൽ സമൂസ, അത് രണ്ടും മസ്റ്റാട്ടോ. മറ്റേതൊക്കെ അപൂർവമായിട്ട് മറ്റേ സ്നാക്സൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത കട്ട്ലേറ്റ് ഇങ്ങനെ ഓരോന്ന് പ്ലേറ്റിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ്. ഈ ടൈമായപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും സ്നാക്സിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്, കാരണം എല്ലാവരും ലാസ്റ്റാണല്ലോ ഈ പണിയെടുക്കുക. അപ്പോൾ ടൈം കിട്ടിയപ്പോൾ ആ ഫിഷ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലത്തെ ബിരിയാണി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും ചൂടാക്കി വെച്ചു. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള എല്ലാ സാധനവും ടേബിളിൽ സെറ്റായിട്ടുണ്ട്. കട്ടൻ ചായ കണ്ട് ഇതാകണ്ട, കട്ടൻ ചായ ചിലവർക്ക് തണുപ്പ് പറ്റില്ല, അപ്പോൾ ഫസ്റ്റ് കട്ടൻ ചായ വെച്ചിട്ടാണ് ഒരു നോമ്പ് തുറക്കുക. അങ്ങനെ തണുപ്പുള്ള വക തണുപ്പില്ലാത്ത വക ഒക്കെ സെറ്റാക്കി ടൈം വീണ്ടും ഉണ്ട് ഗൈസ് നോമ്പ് തുറക്കാൻ. അപ്പോൾ നല്ല ചൂടാണ് അകത്തിരുന്നിട്ട്. അപ്പോൾ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുക കേട്ടോ, നല്ല കാറ്റ് കൊണ്ട് ഇരിക്കുക വെച്ചിട്ട് അങ്ങനെ എല്ലാവരും പുറത്ത് പോയിരിക്കേനു. മാഷാ അല്ലാ, ബാങ്ക് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ മകരവിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വേഗം
രാവിലത്തെ നാസ്ത തുടങ്ങിയിട്ടുണ്ട്. നല്ല പത്തിരിയും കറിയും കഴിക്കുകയാണ്. എന്താ വെച്ചാൽ ഏശവാങ്ക് കൊടുത്താൽ പിന്നെ തീരെ ടൈം ഉണ്ടാവില്ല, പെട്ടെന്ന് തറാവി തുടങ്ങും. അപ്പോൾ വേഗം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ആയിട്ടൊന്നല്ല, പിന്നെ ഈ ഡ്യൂട്ടി പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ തറാവി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിക്കണത് ഇന്നലത്തെ ബിരിയാണി ബാക്കിയുണ്ടായിരുന്നു. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ, നമ്മൾ തന്നെ കഴിക്കണമല്ലോ, ഒഴിവാക്കാൻ തോന്നില്ല. അപ്പം അത് കഴിച്ചു. പുറത്ത് നല്ല മഴയാണ് ഗൈസ്. അത്ര ഒന്നും ഇല്ല കേട്ടോ, ഒന്ന് പാറ്റണുള്ളൂ. മാഷാ അല്ലാഹ്, ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പം മഴ പെയ്തു. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഉംറക്ക് പോവാണ്. ഉംറക്ക് തറാവിക്ക് പോവാണ് ഗൈസ്. ബൈ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു കേട്ടോ. ഞാൻ എവിടെ പോയോക്കട്ടെ, എല്ലാവരും പോയിണോന്ന്. നമ്മൾ തറാവിക്ക് പോയോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നൈബേഴ്സും എല്ലാവരും ഉണ്ടാവും കേട്ടോ, കുട്ടികളും മക്കളും എല്ലാവരും ഉണ്ടാവും. നല്ല രസമാണ് നോമ്പല്ലേ. പക്ഷെ ഇവിടെ ലക്ഷണം കണ്ടിട്ട് ആരും കാണുന്നില്ല, ബെല്ലടിച്ചിട്ടും ആരും കാണുന്നില്ല. അപ്പം എല്ലാവരും പോയി കാണും. എന്നാൽ വേഗം പള്ളിയിലിട്ട് പോട്ടെ. ഹലോ ഗൈസ്, തറാവി കഴിഞ്ഞ് വന്ന് കറണ്ടും പോയി. നല്ല മഴയും ഇടിയും മിന്നലും. റോഡ് മൊത്തം വെള്ളപ്പൊക്കമാണ് ഗൈസ്. എന്താ കാട്ടിന്നറിയില്ല, മഴയത്ത് എല്ലാവരും പൊളിച്ച് പോയത്. ചൂടോ ചൂടോ എന്ന് പറഞ്ഞാണ്ട് വന്നപ്പോൾ അതാ നല്ല മഴ, കറണ്ടും ഇല്ല. റോഡ് മൊത്തം മുട്ടിൻ്റെ അത്ര വെള്ളം എഞ്ഞിട്ടെല്ലാം കൂടി ഇടിയും മഴയും വല്ലാത്തൊരനുഭവമായിട്ട്. അപ്പോൾ അനിയനൊക്കെ തറാവി പോയിട്ട് പള്ളിയിൽ കുടുങ്ങിയ അവസ്ഥയാണ്. കാരണം മഴ കാരണം പുറത്തിറങ്ങാൻ വയ്യ. പിന്നെ തറാവി കഴിഞ്ഞ് ചിക്കൻ്റെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. നല്ല മാങ്ങ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിച്ചുകൊണ്ടിരുന്ന്. അപ്പോൾ ഒന്നും കൂടി പറയണേ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഉഷാറാക്കണമെങ്കിൽ. അപ്പോൾ ബൈ ബൈ.